കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗം PS സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങളും. സൗമ്യ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് എറണാകുളത്ത് നിന്ന് വന്നത്. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു അദ്ദേഹം. പക്ഷെ എന്നാലും കുറച്ചു കാലമായിട്ട് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ചില ചികിത്സകളൊക്കെയായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള അസുഖങ്ങളാണ് ഇദ്ദേഹത്തെ മരണത്തിൽ നയിച്ചതെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും മറ്റും പറയുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടി അദ്ദേഹം ബാത്റൂമിൽ പോകാനായിട്ട് എഴുന്നേറ്റ സമയത്ത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഭാര്യ മാത്രമാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത്. ഏക മകനും അതോടൊപ്പം ഒരു മകളും. മകൾ ഓസ്ട്രേലിയയിലാണ്, മകൻ ഹൈദരാബാദിലാണ്. ഇവർ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ. എന്തായാലും നാളെയോടുകൂടി മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കത്തുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അയൽവാസികളും മറ്റും ഇപ്പോൾ രാവിലെ സംഭവം അറിഞ്ഞ് ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ഞെട്ടലോടുകൂടിയാണ് സമീപവാസികളും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെയും മരണ വാർത്ത രാവിലെ അറിഞ്ഞത്. കാരണം പ്രകൃതിയെയും കൃഷിയെയും ഒക്കെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. മാത്രമല്ല പ്രാദേശികമായിട്ട് ഒട്ടനവധി സംഘടനകളിലും എത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വീട്ടുവളപ്പിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. സൗമ്യ. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഔദ്യോഗിക ജീവിതത്തിലും സാംസ്കാരിക മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത ജീവിതമാണ് സിദ്ധാർത്ഥ മേനോൻ നമുക്കായി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച നന്മയുടെ ഗന്ധമുള്ള ഒരുപിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ മേനോൻ കൈരളിയുടെയും ജീവിതത്തിന്റെയും പടിയിറങ്ങി പോകുന്നത്. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നതിലപ്പുറം വൈദ്യുതി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും തന്റേതായ സംഭാവനകൾ സിദ്ധാർത്ഥ മേനോൻ നൽകിയിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ അറിഞ്ഞവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കേരളത്തിലെ കൃഷിക്കാരെയും നൂതന കൃഷിരീതികളെയും പരിചയപ്പെടുത്തുന്ന ഭൂമിഗീതം എന്ന കാർഷിക പരിപാടി മലയാളികൾക്ക് സമ്മാനിച്ചതും ഇദ്ദേഹമായിരുന്നു. പരിപാടിയിലെ വാക്കുകൾക്കപ്പുറം കൃഷിയുടെ നന്മ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടെയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കൃഷിയെ സ്നേഹിച്ച, കൈരളിയെ സ്നേഹിച്ച സിദ്ധാർത്ഥ മേനോൻ സാറിന് കൈരളി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്. കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. പ്രസവം മറച്ചുവെച്ച ആശുപത്രിക്കെതിരെയും വയനാട്ടിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിനെതിരെയും കേസെടുത്തു. സംഭവത്തിൽ കന്യാസ്ത്രീകളും ഡോക്ടർമാരും ഉൾപ്പെടെ 4 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാസിക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി സൈനികൻ റോയ് മാത്യുവിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മൃതദേഹം RDOയുടെ നേതൃത്വത്തിൽ റീപോസ്റ്റ്മോർട്ടം നടത്തും. അതേസമയം ആത്മഹത്യ തന്നെയെന്ന് ആവർത്തിക്കുകയാണ് കരസേന. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. കഴിഞ്ഞ 24-ന് ശേഷമാണ് റോയ് മാത്യുവിനെ കാണാതാകുന്നത്. തുടർന്ന് ഇന്നലെ മെനിഞ്ഞാന്ന് പുലർച്ചെ വീട്ടിലേക്കാണ് ആർമി കേന്ദ്രത്തിൽ നിന്ന്, നാസിക്കിലെ ആർമി ക്യാമ്പിൽ നിന്ന് സന്ദേശം എത്തുന്നത്. താങ്കളുടെ റോയ് മാത്യു ഈ നാസിക്കിലെ ആർമി ക്യാമ്പിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു സന്ദേശം. അവിടെ റീപോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 8:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോഡി എത്തിയിട്ടുണ്ട്. ഇത് അല്പസമയത്തിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ വലിയ നിലവാരമുള്ള ഡോക്ടർമാരുടെയും മറ്റും സാന്നിധ്യത്തിൽ കൊല്ലം RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി ഈ പോസ്റ്റ്മോർട്ടം നടത്താനായിട്ടാണ് കൊല്ലം റൂറൽ SP ഉത്തരവിട്ടിരിക്കുന്നത്. കൊല്ലം ജില്ലാ കളക്ടറെ ഇന്ന് രാവിലെ തന്നെ ബന്ധുക്കളെത്തി പരാതി അറിയിച്ചിരുന്നു. ഇന്നലെ ജില്ലാ കളക്ടർ ഈ റോയ് മാത്യുവിന്റെ ബന്ധുക്കളെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ അപ്പോൾ തന്നെ ഇതിന്റെ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാൽവിളയിൽ റോയിയുടെ കാൽപാദത്തിനടിയിൽ അടിയേറ്റ പാടുകളുണ്ട്. ശരീരമാസകലം
രക്തക്കറകളുടെ പാടുകളും കണ്ടെത്തിയതായി മഹാരാഷ്ട്രയിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ മരണത്തിൽ ദുരൂഹതയുണ്ട്, വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ റൂറൽ എസ് പിക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ എസ് പി ആർഡിയുടെ നേതൃത്വത്തിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാവിലെ ഇപ്പോൾ തന്നെ റീപോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷമായിരിക്കും വൈകിട്ടോടുകൂടിയായിരിക്കും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ പവിത്രശലത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുക. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. പ്രസവം മറച്ചുവെച്ച ആശുപത്രിക്കെതിരെയും വയനാട്ടിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിനെതിരെയും കേസെടുത്തു. സംഭവത്തിൽ കന്യാസ്ത്രീകളും ഡോക്ടർമാരും ഉൾപ്പെടെ 4 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോഷില ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജോഷില, ഈ വിവരം മറച്ചുവെക്കാൻ ഇയാൾക്ക് മറ്റു പലരുടെയും സഹായം ലഭിച്ചു എന്ന വ്യക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, പ്രത്യേകിച്ച് ആശുപത്രി അടക്കം കുട്ടിയെ ദത്തെടുത്ത കേന്ദ്രം അടക്കമുള്ള കാര്യങ്ങൾ. ഇനി എങ്ങനെയായിരിക്കും കേസിന്റെ വിവരങ്ങൾ? സൗമ്യ, കൊട്ടിയൂർ സംഭവത്തിൽ കേസ് അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ റോബിൻ വടക്കുംചേരിയെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തിങ്കളാഴ്ച പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഇയാൾ വിദ്യാസമ്പന്നനായ ഒരാളാണ്, സ്വാധീനമുള്ള ഒരാളാണ് എന്ന നിലയിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കാം എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ പോലീസ് തയ്യാറായിട്ടുള്ളത്. മാത്രമല്ല, CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമായി കൊണ്ടിരിക്കുകയാണ്. സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള 6 പേരെ കേസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. സ്ത്രീകളാണ് കേസിൽ ഉൾപ്പെടുന്നവരിൽ അധികവും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. വൈത്തിരി ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരി, കന്യാസ്ത്രീകളായ 2 സഹായികൾ, പെൺകുട്ടിയുടെ പ്രസവം നടന്ന ക്രിസ്തുരാജ് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ, ലേഡി ഡോക്ടർ, നീണ്ടുനോക്കി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ജീവനക്കാരി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. തലശ്ശേരി താമരശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ക്രിസ്തുരാജ ആശുപത്രിയും വൈത്തിരി ഇൻഫന്റ് മേരി ഓർഫനേജിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ തോമസ്, കമ്മീഷൻ അംഗം ബെറ്റി ജോസഫ് എന്നിവർക്കെതിരെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷന് പോലീസ് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. മാനന്തവാടി രൂപതയുടെ PRO കൂടിയായ ഫാദർ തോമസ് ജോസഫ് തേരകത്തിനും ബെറ്റിക്കുമെതിരെ ചോരക്കുഞ്ഞിനെ ഓർഫനേജിലെത്തിച്ചിട്ടും സംഭവം മൂടിവെക്കാൻ ഗൂഢാലോചന നടത്തിയതായി ഗുരുതര ആരോപണവും റിപ്പോർട്ടിലുണ്ട്. തലശ്ശേരി താമരശ്ശേരി മാനന്തവാടി രൂപതകളുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. നീണ്ടുനോക്കി ഇടവകയിലെ പ്രമുഖർ കൂടി കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൗമ്യ. ഇന്ന് പലരുടെയും അറസ്റ്റ് നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സൗമ്യ. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിച്ചു. മുലായം സിംഗിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 49 ഇടത്താണ് വോട്ടെടുപ്പ്. വിവരങ്ങളും മനുശങ്കർ ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? വോട്ടിംഗ് ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഉത്തർപ്രദേശിലെ 7 ജില്ലകളിൽ, നേപ്പാളിന്റെ താഴ്വര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ 49 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് മുലായം സിംഗ് യാദവിന്റെ ലോക്സഭാ മണ്ഡലം, അതോടൊപ്പം BJP MP യോഗി ആദിത്യനാഥിന്റെ ലോക്സഭാ മണ്ഡലമായ ഗോരഖ്പൂർ എന്നീ പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ BSP കഴിഞ്ഞ തവണ 9 സീറ്റുകൾ നേടിയിരുന്നു എങ്കിലും ഇത്തവണ വലിയൊരു മുന്നേറ്റം പ്രചരണത്തിലൊക്കെ കാഴ്ചവെച്ചിരുന്നു. സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിന് മുലായം സിംഗ് യാദവ് നേരിട്ട് രംഗത്തെത്താത്ത ഒരു മത്സരം കൂടിയാണിത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുമ്പാകെ മുലായം സിംഗ് യാദവ് പ്രതികരിച്ചത് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി താൻ നേരിട്ടൊരു പ്രചരണത്തിന് രംഗത്തെത്തുകയില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ മുമ്പാകെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ വോട്ടിംഗ് ആദ്യ മണിക്കൂറുകളിൽ 10% രേഖപ്പെടുത്തിയിരിക്കുന്നത്. 49 സീറ്റുകളിൽ കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടി 27 സീറ്റുകൾ നേടി വ്യക്തമായ ആധിപത്യം നിലനിർത്തിയിരുന്നു. മണിപ്പൂരിലും വോട്ടിംഗ് പുരോഗമിക്കുന്നു. 8 മണിവരെ 12% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസ്
കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. 38 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 38 സീറ്റുകളിൽ 27 സീറ്റുകൾ കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയിരുന്നു. പക്ഷേ ഇത്തവണ ശക്തമായ ഒരു മത്സരം ഒരുക്കിക്കൊണ്ട് മറ്റു പ്രമുഖ പാർട്ടികളൊക്കെ രംഗത്തുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നീക്കത്തിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സമാധാനപരമായാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഇറോം ശർമിളയുടെ പ്രജാ പാർട്ടിയും 3 മണ്ഡലങ്ങളിൽ മണിപ്പൂരിൽ ജനവിധി തേടുന്നുണ്ട്. എന്തായാലും വോട്ടിംഗ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഒരു മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് സഭയുടെ പ്രിവിലേജ് അല്ലെന്നും വീണ്ടും ബജറ്റ് അവതരിപ്പിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും ലോക്സഭാ മുൻ സെക്രട്ടറി PDT ആചാരി. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്ക് മാത്രമാണ് രഹസ്യ സ്വഭാവം. ഇന്ന് നടന്നത് ഒരു ഉദ്യോഗസ്ഥന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാം. ഇക്കാര്യത്തിൽ മന്ത്രിക്ക് പരമാവധി ചെയ്യാവുന്നത് സഭയിൽ ഒരു ഖേദപ്രകടനം മാത്രമാണെന്നും PDT ആചാരി പറഞ്ഞു. പക്ഷേ അത് സ്പീക്കറുടെ റൂളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് അവകാശ ലംഘനമല്ല എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായ ഒരു തീരുമാനമാണ് സഭാധ്യക്ഷൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ബജറ്റിൻ്റെ ലീക്കേജ് എന്ന് പറയുന്ന ഈ പ്രശ്നം സഭയുടെ അവകാശ ലംഘനമല്ല, അതായത് പ്രിവിലേജസ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. ബജറ്റ് ചോർന്നതിൽ ധനകാര്യമന്ത്രി സ്വയം ശിക്ഷ ഏറ്റെടുക്കണമെന്ന് ഉമ്മൻചാണ്ടി. ചരിത്രത്തിൽ ആദ്യമായാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബജറ്റ് ചോർച്ച ഉണ്ടായത്. ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രിയുടെ ഭാവനയിലുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് ബജറ്റെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ധനകാര്യ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബഡ്ജറ്റ് ചോർന്നത്. ഇത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമല്ല, മുഴുവൻ മാധ്യമങ്ങൾക്കും നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇത്ര ഗുരുതരമായ ഈ സാഹചര്യത്തിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ധനകാര്യ മന്ത്രി ഏറ്റെടുത്ത് അദ്ദേഹം ഒരു നിലയ്ക്കും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ബജറ്റ് ചോർച്ചയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കിഫ്ബി മുൻനിർത്തിയുള്ള ബജറ്റ് കടബാധ്യത കൂട്ടും. ബജറ്റ് നിലവാരത്തിനനുസരിച്ച് ഉയർന്നില്ലെന്നും എറണാകുളം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കടം വാങ്ങി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഈ കടം വാങ്ങി ചെയ്യുന്നത് റോഡ് വികസനം, സ്കൂൾ നന്നാക്കുക, അതൊക്കെ വേണം. അതിനോടൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിനെ മാത്രം ആശ്രയിച്ചുള്ള കിഫ്ബി ബഡ്ജറ്റായി ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് മാറിയിരിക്കുക. ഒരു നിലക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ബഡ്ജറ്റ് ചോർച്ച. LDF സർക്കാരിന്റെ രണ്ടാം ബജറ്റിൽ പിന്നാക്ക ജില്ലയായ കാസർഗോഡിന് ശ്രദ്ധേയ പരിഗണന ലഭിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സമാശ്വാസം പകർന്നതിനോടൊപ്പം കാസർഗോഡ് പാക്കേജിനും ഫണ്ട് വകയിരുത്തി. വികസന രംഗത്ത് ജില്ലയ്ക്ക് ഉണർവ് പകരുവാൻ ബജറ്റ് നിർദ്ദേശങ്ങൾ സഹായകരമാകും. രണ്ടാം ബഡ്ജറ്റിൽ ശ്രദ്ധേയമായ പരിഗണനയാണ് ഡോക്ടർ തോമസ് ഐസക് കാസർഗോഡ് ജില്ലയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായമായി 10 കോടി രൂപ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. ഇവരുടെ ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം നിലവിലുണ്ട്. പിന്നോക്കാവസ്ഥ പരിഗണിച്ച് കാസർഗോഡ് ജില്ലയ്ക്ക് പുതുതായി ഒരു റവന്യൂ ഡിവിഷൻ കൂടി അനുവദിച്ചു. കാസർഗോഡ് വികസന പാക്കേജിന് 90 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് പാക്കേജിലെ ഫണ്ട് ഉപയോഗിക്കാനാകും. കാഞ്ഞങ്ങാട് റെയിൽവേ മേൽപ്പാലത്തിന് ബഡ്ജറ്റിൽ പണം വകയിരുത്തി. കോവിന്ദപ്പൈ സ്മാരകത്തിന് 1 കോടിയും മുൻ സർക്കാർ അവഗണിച്ച തുളു കൊങ്ങിണി അക്കാദമിക്ക് 10 ലക്ഷം രൂപയും യക്ഷഗാന കലാകേന്ദ്രത്തിന് 20 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. 50 മെഗാവാട്ടിന്റെ ഉൽപാദനം ആരംഭിച്ചു കഴിഞ്ഞ അമ്പലത്തറ സോളാർ പാർക്കിന്റെ ഉൽപാദനം 200 മെഗാവാട്ടായി ഉയർത്തും. കശുവണ്ടി സംഭരണത്തിന് 30 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. കശുവണ്ടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളിലൊന്നാണ് കാസർഗോഡ്. ചീമേനിയിലെ സൈബർ പാർക്കിനെയും ബഡ്ജറ്റിൽ പരിഗണിച്ചു. ബീഡി തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതിയുടെ നേട്ടം ഏറെ ലഭിക്കുന്നത് കാസർഗോട്ടെ തൊഴിലാളികൾക്കാണ്. ജില്ലയിലെ മേൽപ്പറമ്പിൽ പോലീസ് സ്റ്റേഷനും അനുവദിച്ചിട്ടുണ്ട്. ബഡ് സ്കൂളുകൾക്കും ബഡ്ജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സര ഭീഷണി നേരിടാൻ 20 കോടി രൂപ അനുവദിച്ചത് പ്രതീക്ഷയോടെയാണ് കശുവണ്ടി മേഖല നോക്കിക്കാണുന്നത്. കശുമാവ് കൃഷി പ്രോത്സാഹനത്തിന് കൂടുതൽ പണം നൽകിയതും പ്രതീക്ഷ നൽകുന്നു. കേട്ടാൽ അറയ്ക്കുന്ന സംസ്കാരശൂന്യമായ പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ RSS നേതാവ് നടത്തിയതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പാർട്ടി ഇതിനെ ശക്തമായി അപലപിക്കുന്നു. അന്തർദേശീയ തലത്തിൽ IS-ന്റെ പണി സംഘപരിവാരം തുടങ്ങിയോ എന്നും കുഞ്ഞാലിക്കുട്ടി കൊച്ചിയിൽ പ്രതികരിച്ചു.
ഈ തലയെടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം അന്തർദേശീയ തലത്തിൽ ഈ IS തീവ്രവാദികൾ അവരൊക്കെ പിന്നെ നടത്തുന്ന പണി സംഘപരിവാറിലെ ചില ആളുകളും തുടങ്ങിയോ? അതാണ് വളരെ മോശമായ, നമ്മുടെ കൾച്ചറിന് യോജിക്കാത്ത, നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത, വളരെ അപലപനീയമായ, അതുപോലെ തന്നെ കേട്ടാൽ അറക്കുന്ന ഒരു പ്രസ്താവനയാണത്. അതിനെ ഞങ്ങൾ അതിശക്തമായി അപലപിക്കുന്നു. മാത്രമല്ല, അത് ഇന്ത്യയുടെ യശസ്സിന് തന്നെ ചേർന്നതല്ല. കലാഭവൻ മണി മരിച്ച് 1 വർഷമായിട്ടും സംഭവത്തിലെ ദുരൂഹത നീക്കാനായില്ലെന്നാരോപിച്ച് മണിയുടെ സഹോദരൻ രാമകൃഷ്ണനും ബന്ധുക്കളും നിരാഹാര സമരത്തിലേക്ക്. അന്വേഷണം CBIക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിട്ടെങ്കിലും കേസ് ഏറ്റെടുക്കാൻ CBI തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇന്നു മുതൽ 3 ദിവസം നിരാഹാരമിരിക്കുമെന്ന് രാമകൃഷ്ണൻ അറിയിച്ചു. കലാഭവൻ മണി മരിച്ച മാർച്ച് 6-ന് 1 വർഷം തികയാനിരിക്കെയാണ് മരണത്തിലെ ദുരൂഹതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട സഹോദരൻ രാമകൃഷ്ണൻ സമരം ആരംഭിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന് മരണകാരണത്തെ സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. അന്വേഷണം CBIക്ക് കൈമാറാൻ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും CBI കേസ് ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാരോപിച്ചും അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് സമരം. 1. പോലീസിന്റെ നിഷ്ക്രിയമായ അന്വേഷണത്തിനെതിരെ, 2. പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്നും അതോടൊപ്പം തന്നെ CBI അന്വേഷണം ത്വരിതഗതിയിലാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിരാഹാര സമരം തുടങ്ങുന്നത്. രാമകൃഷ്ണന്റെ നൃത്തവിദ്യാലയമായ കലാഗൃഹത്തിന് മുന്നിൽ മണിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് നിരാഹാര സമരം ആരംഭിക്കുക. ചാലക്കുടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടത്തുന്ന കലാഭവൻ മണി അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും രാമകൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊല്ലം ജില്ലയുടെ മഴക്കാടുകൾ ഉൾപ്പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് വെള്ളം കിട്ടാക്കനി. കടുത്ത വേനലിൽ പോലും വറ്റാത്ത വനത്തിലെ നീരുറവകൾ വറ്റി വരണ്ടു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പിറവന്തൂർ പഞ്ചായത്തിലെ മൈക്കാമൺകുളത്തിലെ വെള്ളം ഉപയോഗിക്കണമെന്ന ആവശ്യം ഉയർന്നു. കൊല്ലം പത്തനാപുരം വെള്ളംതെറ്റി ഫോറസ്റ്റ് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട പിറവന്തൂർ പഞ്ചായത്തിലെ 1 മുതൽ 6 വരെ ഉൾപ്പെടുന്ന വനത്താൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടാറുകളിലെ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരിക്കലും വറ്റാത്ത ഇത്തരം നീരുറവകൾ വറ്റിയതോടെ 100 കണക്കിന് കുടുംബങ്ങൾ വലയുന്നു. കടശ്ശേരി, ചെമ്പനരുവി, മൈക്കാമൈൻ, പെരുന്തോയി, കറവൂർ, പുന്നല പ്രദേശങ്ങൾ ഫലത്തിൽ ഉഷ്ണമേഖലയായി. ഇത്തരം കാലത്തിനും വെള്ളം പറ്റിയിട്ടില്ല. ഞാനൊരു 10-12 വയസ്സ് ഉള്ളപ്പം ഈ നാട്ടിൽ വന്ന അന്ന് തൊട്ട് ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അന്ന് വെള്ളമുണ്ട്, ഇതുപോലെ ഇല്ലാതെ വന്നിട്ടില്ല. ഇപ്പം അങ്ങില്ല. ഇപ്പം എന്ത് ചെയ്യാൻ? ഇതുപോലൊക്കെ വെള്ളം വന്നാൽ എങ്ങനെ കുളിക്കാണ്ട്? ഈ വെള്ളത്തിൽ എത്ര നേരം കുളിക്കുക, എത്ര തുണി കഴിയും? കിണറെല്ലാം പറ്റിപ്പോയി. ഈ സൈഡിൽ വന്ന് ഒരു കുളം കുഴിച്ചിട്ട് അത് ഓര് കൊണ്ട് കുളിക്കാനാണ്ട് വെള്ളം കണ്ടോ. മുമ്പ് ഇത്രയും വരൾച്ച വന്നിട്ടില്ല, ഇപ്പോഴാ ഇത്രയും ക്ഷാമമായത്. കുടിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം ഈ വെള്ളത്തിലാണ്. വേറെ വെള്ളമൊന്നും ഇല്ല. ഇവർ വേലി കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇച്ചിരിയും വെള്ളമേ ഉള്ളൂ. കോരി കഴിയുമ്പോൾ ഓര് കട്ട പിടിച്ചാൽ ഓര്. പിറവന്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ മൈക്ക ഖനനം ചെയ്ത് രൂപം കൊണ്ട കുളത്തിലെ വെള്ളം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് മൈക്ക ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു കുളമാണ്. ധാരാളം വെള്ളം ഇപ്പം കിടപ്പുണ്ട്. ഈ വെള്ളം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാർ, വാട്ടർ അതോറിറ്റി എല്ലാം കൂടെ ചേർന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും. മഴക്കാടുകൾ പോലും വരണ്ടുണങ്ങുന്നത് മനുഷ്യവാസത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക പരിസ്ഥിതിവാദികളും ഗവേഷകരും ഉന്നയിക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലയിൽപ്പെട്ട ഈ മൈക്കമൺ കുളത്തിൽ നിന്നുള്ള ജലം നാട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് ആവശ്യം. മൈക്കമണ്ണിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.